ഇന്നത്തെ ദിവസം സൂപ്പറാ. ഈ മാസം 28-ന് വള്ളംകളി നടത്താൻ ഏകദേശ ധാരണയായിട്ടുണ്ട്. തീയതി ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ബോട്ട് ക്ലബ്ബുകളും വള്ളം ഉടമകളും ആവശ്യപ്പെട്ടു. ഇക്കാര്യം നെഹ്റു ട്രോഫി ബോട്ട് റൈസ് സൊസൈറ്റി ചെയർമാനായ ജില്ലാ കളക്ടറെ നേരിട്ടറിയിക്കും. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ തീരുമാനമായത്. അർജുൻ മട്ടന്നൂർ പുന്നമടയിൽ നിന്നും ടി വി പ്രസാദ് തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരും. അർജുൻ മട്ടന്നൂർ, നമ്മുടെ വള്ളംകളിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും മുന്നിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം സന്തോഷകരമായൊരു വാർത്തയാണ്. അർജുൻ്റെ ആ മുഖത്ത് തന്നെ ആ ചിരിയുണ്ട്. അതവിടുത്തെ ഓരോ വള്ളം തുഴയുന്ന ആ മനുഷ്യൻ്റെയും ചിരിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. കുട്ടനാടിൻ്റെ വള്ളംകളി പ്രേമികളുടെ ചിരിയായി നമ്മൾ മനസ്സിലാക്കുന്നു. റിപ്പോർട്ടറിലൂടെ ഇന്നലെ ടൂറിസം വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പിന് ശേഷമാണ് കാര്യങ്ങൾ പിന്നെ വളരെ വേഗത്തിലായിരുന്നു അല്ലേ അർജുൻ മട്ടന്നൂർ? അപ്പോൾ സെപ്റ്റംബർ 28-ന് നമ്മൾ പൊളിക്കുമല്ലേ? ഉറപ്പായിട്ടും അരുൺകുമാർ, അതായത് അനിശ്ചയാവസ്ഥകളൊക്കെ തന്നെ മാറിക്കഴിഞ്ഞു. ഇത്തരത്തിൽ വള്ളംകളി എന്ന് നടക്കും എന്നൊരു ആശങ്ക, എന്നൊരു സംശയം ഈ വള്ളംകളി പ്രേമികൾക്കും ക്ലബ്ബുകാർക്കും മലയാളികൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും റിപ്പോർട്ടർ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇടപെടലുണ്ടായിരിക്കുന്നു, സർക്കാർ തീരുമാനമുണ്ടായിരിക്കുന്നു. ഈ മാസം തന്നെ, സെപ്റ്റംബർ മാസം തന്നെ വള്ളംകളി നടക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. ഇനി ഏത് തീയതിയിലായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരണം. അത് മാത്രമാണ് വരേണ്ടത്. മിക്കവാറും സെപ്റ്റംബർ 28-ാം തീയതി പുന്നമട കായലിൽ വള്ളംകളി നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളുണ്ടായിരുന്നു, വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ സർക്കാർ ഇതിൽ ഫണ്ട് വകയിരുത്തുന്നു. അങ്ങനെ വള്ളംകളി നടത്താൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായും ഇനി പരിശീലനം ആവശ്യമുണ്ട്. അതിനു മുമ്പ് തീയതി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കൈനകരിയിലാണ്. കൈനകരിയിലെ ഇവിടെ UBC കൈനകരിയുടെ ക്ലബിൻ്റെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ വള്ളംകളി പ്രേമികളും ഒക്കെ തന്നെ നമുക്കൊപ്പം ഉണ്ട്. ഇവരൊക്കെ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായി കാത്തിരിക്കുകയായിരുന്നു. റിപ്പോർട്ടർ TVയിലൂടെ ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും നമുക്കൊപ്പമുള്ളത് UBC കൈനകരിയുടെ ലീഡിംഗ് ക്യാപ്റ്റനാണ്. ഈ അനിശ്ചയാവസ്ഥ മാറിയിരിക്കുന്നു, എന്തായാലും നടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അല്ല, വള്ളംകളി ഏകദേശം നടക്കുമെന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. 28-ാം തീയതി അന്ന് ഏകദേശം ഒരു ഡേറ്റിനെ കുറിച്ച് വരുന്നുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വള്ളംകളി ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാധനമല്ല. കാരണം ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ തന്നെ കേരളത്തിനെ രേഖപ്പെടുത്തുന്നത്, കേരളത്തിൻ്റെ ഒരു 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിൽ തെയ്യവും, മധ്യ കേരളത്തിൽ തൃശ്ശൂർ പൂരവും, അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ തെക്കൻ കേരളത്തിനെ ആകെ കോർത്തിണക്കുന്ന ഏറ്റവും വൈകാരികമായ ഏറ്റവും വലിയ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് വള്ളംകളി തന്നെയാണ്. അത് മാറി മാറി വരുന്ന ഏത് സർക്കാരാണെങ്കിലും ആ സർക്കാർ ഇത് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പം അത്തരത്തിലുള്ളൊരു വലിയ ഇവൻറ്റിനെ, ഈ വലിയൊരു വിഭാഗത്തിൻ്റെ ആകെ എല്ലാ ഐക്യത്തിനെയും എല്ലാ സാംസ്കാരിക പൈതൃകത്തിനെയും ഇങ്ങനെ ഇഴചേർന്ന് കിടക്കുന്ന ഒരു വലിയ ഇവൻറ്റിനെ അതിനെ ഇല്ലായ്മ ചെയ്യുവാനോ അല്ലെങ്കിൽ അതിനെ മാറ്റിവെക്കുവാനോ ഉള്ളൊരു തീരുമാനം, ഇതുപോലൊരു കോൺസ്പിറൻസി ഉണ്ടാക്കി അങ്ങനെ ചർച്ച ചെയ്ത് എടുക്കേണ്ടെന്നൊരു തീരുമാനമല്ല. കാലാകാലങ്ങളായി നടത്തിപ്പോകേണ്ടെന്ന് ഉത്തരവാദിത്തമുണ്ട്. കാര്യം ഇതൊക്കെ കൂടി കാണുവാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നത്. ഇതൊക്കെ ഇടകലർന്ന് കിടക്കുന്നതാണ് ഈ നാടിൻ്റെ പൈതൃകം. ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ടൂറിസം മേഖലകളടക്കമുള്ളത്, ഇവിടുത്തെ തൊഴിൽ മേഖലകളടക്കമുള്ളത്, ഇവിടുത്തെ ജീവിത രീതികളടക്കമുള്ളത്, ഇവിടുത്തെ വൈകാരികമായ എല്ലാ ചലനങ്ങളും ഈ വരുന്ന നെഹ്റു ട്രോഫിയുമായി, ഇവിടുത്തെ ജലോത്സവങ്ങളുമായി, ഇവിടുത്തെ വള്ളംകളിയുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ CBL അടക്കമുള്ള മത്സരങ്ങൾ അത് പുനരാരംഭിക്കുക തന്നെ ചെയ്യണം. കാര്യം വള്ളങ്ങളും വള്ളസമിതികളും വലിയ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. CBL പോലുള്ളതൊക്കെ വലിയ ഈ പറയുന്ന ഒരുപാട് കടക്കണിയിലേക്ക് പോകുന്നതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു പിടിവള്ളിയായിരുന്നു. നമുക്കറിയാം, ഏകദേശം 80 ലക്ഷത്തിന് രൂപയ്ക്ക് മുകളിൽ മുടക്കിയിട്ട് ഓരോ ക്ലബ്ബുകളും ഈ മത്സരത്തിന് വേണ്ടി പങ്കെടുക്കുന്നത് വൈകാരികത എന്ന് പറയുന്ന ഒന്നിൽ മാത്രം, അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടിയ ഒരു ജനറ്റിക് കൾച്ചർ എന്ന് മാത്രം പറയാവുന്ന ഒന്നാണ്. കാര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രൈസ് മണി എന്ന് പറയുന്നത് വെറും 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഈ 80 ലക്ഷം രൂപ മുടക്കുന്ന കുട്ടനാട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഈ വള്ളംകളി പ്രേമിയുടെ ഭ്രാന്താണ് നെഹ്റു ട്രോഫി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മലബാർ മേഖലകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ വടംവലിയൊക്കെ കുറേ കൂടെ ശ്രദ്ധേയമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയൊക്കെ 5 ലക്ഷം രൂപയൊക്കെ ഒരു വടംവലി ടീമിന് 7 പേരൊക്കെ മത്സരിക്കുന്ന വടംവലി ടീമിന് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ജയിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നമുക്ക് ആകെ കിട്ടുന്നത് 100ഓളം പേര് പങ്കെടുക്കുന്ന ഒരു മത്സരത്തിൽ 10,000 ആൾക്കാർ ഒരു ക്ലബിൻ്റെ പുറകിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് 5 ലക്ഷം രൂപയാണ്. ഈ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിഫലവുമായി ബന്ധപ്പെട്ടിട്ടല്ല സംസാരിക്കുന്നത്. അങ്ങനെ പ്രതിഫലം നോക്കി വള്ളം കളിക്കാനല്ല ഒരു വള്ളംകളിക്കാരൻ നിൽക്കുന്നത്. നമുക്കറിയാം, ഏകദേശം ഈ പറയുന്ന 19 ചുണ്ടൻവള്ളങ്ങൾ, അതിനോടനുബന്ധിച്ച് വരുന്ന ചെറുവള്ളങ്ങളൊക്കെ കൂടി 5000-ലധികം തൊഴിൽ താരങ്ങൾ പങ്കെടുക്കുന്നു. ഏകദേശം 30-35ഓളം ക്ലബ്ബുകൾ പങ്കെടുക്കുന്നു. ആ ക്ലബ്ബുകൾ ആവറേജ് കണക്ക് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും
അരുൺകുമാർ, നമുക്കൊപ്പം ക്ലബിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്. ഇന്ന് NTBR ആണ് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് ഏത് ദിവസമാണ് നടത്തേണ്ടത് എന്നത് ജില്ലാ കളക്ടർ അടക്കം തീരുമാനിക്കേണ്ടതുണ്ട്. എന്തായാലും എങ്ങനെയായിരിക്കും ഈ NTBR ഉടൻ തന്നെ തീരുമാനം വരുമോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ച് ബോട്ട് ക്ലബ്ബുകളുടെ ഒരു യോഗം കൂടിയായിരുന്നു. അപ്പോൾ ക്ലബിൻ്റെ നിർദ്ദേശം ഈ വരുന്ന 28-ാം തീയതി നടത്തണമെന്നൊരു നിർദ്ദേശം ഗവൺമെൻറ് മുന്നിൽ വെക്കുന്നുണ്ട്. അത് നടക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇനി അങ്ങോട്ട് മാറിപ്പോയാൽ പല ക്ലബ്ബുകളെയും അത് സാമ്പത്തികമായിട്ട് ബാധിക്കും. കാരണം ഈ ഓണക്കാലത്ത് ഓണത്തോടനുബന്ധിച്ച് വേറെ കുറച്ച് കളികളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു പോയില്ലെങ്കിൽ ഞങ്ങളുടെ ടീമുകളെ കൊണ്ടുവന്നിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരാനും നടത്താനും ഒക്കെ ആയിട്ട് പിന്നെ അധിക ചിലവാണ്. അതുകൊണ്ട് നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവർ ഗവൺമെൻറ് 1 കോടി രൂപ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തരാൻ വന്നിട്ടുണ്ട്. പക്ഷേ 1 കോടി രൂപ കൊണ്ട് 1 കോടി രൂപ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തരുമ്പോൾ തന്നെ ഈ കളിക്കുന്ന ക്ലബ്ബുകളുടെ ഒരാകെ ചിലവെന്ന് പറയുന്നത് ഏകദേശം ഒരു 25 കോടി രൂപയ്ക്ക് മേളിൽ അവിടെ കളിക്കുന്ന മുഴുവൻ വള്ളങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ അതിന് മുകളിൽ ചിലവ് വരുന്ന അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം വരെ ബേപ്പൂർ നടന്ന 2-3 വർഷമായിട്ട് നടക്കുന്ന ഒരു ബേപ്പൂർ കളിയുണ്ട്. അവിടെ കഴിഞ്ഞ വർഷം കൊടുത്ത 1.5 കോടി രൂപയിൽ നിന്നും ഈ വർഷം അത് 1 കോടി രൂപ കൂടെ അധികമായി കൊടുത്ത് 2.5 കോടി രൂപ ആക്കി കൊടുത്തൊരു സാഹചര്യമുണ്ട്. ഇത് ഇത്ര വർഷം പഴക്കമുള്ള നെഹ്റു ട്രോഫിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ തുക വർദ്ധിപ്പിച്ച് തരേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാലേ ഈ പറയുന്ന ക്ലബ്ബുകൾക്ക്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ ഫണ്ട് ഒരു ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായും CBL വലിയ തോതിലുള്ള സഹായമാകുന്നുണ്ട് ഈ വള്ളംകളി ക്ലബ്ബുകൾക്കും മറ്റും ഇത്തരത്തിലൊരു ഈ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത്. എന്തായാലും CBL കൂടി നടത്തുക എന്നൊരു ആവശ്യം നിങ്ങൾ ഉന്നയിക്കും? തീർച്ചയായിട്ടും. ആദ്യം നെഹ്റു ട്രോഫി, ആദ്യം ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ്, റിപ്പോർട്ടർ ചാനലിനോടാണ്. കാര്യം ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ തന്നെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇന്ന് ജലോത്സവ പ്രേമികളെല്ലാം പ്രത്യേകിച്ച് നന്ദി പറയുന്ന റിപ്പോർട്ടറോടാണ്. കാര്യം വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യം അത് 100% ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് ഇന്നലെ മന്ത്രിയുടെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ വന്നത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഇവിടെ ആലപ്പുഴ, കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം. കാര്യം കണ്ണൂർ മുഖ്യമന്ത്രിയാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള ഭരണത്തിൻ്റെ ചക്രം ധരിക്കുന്ന ആൾക്കാരൊക്കെ ആലപ്പുഴക്കാരാണ്. പക്ഷേ അവർ പോലും മടിച്ചു നിന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി ഇടപെടാനും ഈ റിപ്പോർട്ടർ കാണിച്ചതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യമാണ് ഇപ്പം ഞങ്ങൾക്ക് നെഹ്റു ട്രോഫിയുടെ പോലെ തന്നെ CBL വേണം. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട കുട്ടനാടുകാരെ മുഴുവൻ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു 90% പേരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വള്ളംകളി കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇനിയും ഇപ്പോൾ അറിയാമല്ലോ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ സീസൺ കഴിയുമ്പോൾ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ വരുമോ. എന്നിട്ടും വീണ്ടും ഇതിനെയൊക്കെ ഞങ്ങൾ ഈ എന്താ പറയുക, വീണ്ടെടുത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുന്ന ഒരു സ്വഭാവമാണ് കുട്ടനാട്ടുകാർക്കുള്ളത്. അല്ലെങ്കിൽ എല്ലാം ഒലിച്ചു പോയെടുത്ത് ഞങ്ങൾ തുടങ്ങി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് CBL വേണം, നിങ്ങളുടെ സഹായം അതിനും ഉണ്ടാവണം. ഇനിയിപ്പോൾ പരിശീലനം എങ്ങനെയാണ് പെട്ടെന്ന് തുടങ്ങുമോ? എത്ര ദിവസം പരിശീലനം വേണ്ടി വരും? ശരിക്കും ഇനിയിപ്പോൾ ഒരു പരിശീലനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും സാമ്പത്തികമായിട്ട് ശകലം ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1 കോടി രൂപ എന്ന് പറയുന്നത് കുറച്ച് അപര്യാപ്തമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. അർജുൻ മട്ടന്നൂർ, എന്തായാലും ബോട്ട് റേസ് നടക്കട്ടെ. നമ്മളടക്കം ഇടപെട്ട് എന്തായാലും അക്കാര്യം സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. പ്രേക്ഷകർ ഇന്നലെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആ പ്രഖ്യാപനം നടത്തുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ തീയതി ഇനി നിശ്ചയിക്കാൻ പോകുന്നു. ഇനി തീയതി കുറിക്കണം. ബോട്ട് ക്ലബ്ബുകാരുടെ ആവശ്യം സെപ്റ്റംബർ മാസം 28-ാം തീയതി നടത്തണം എന്നുള്ളതാണ്. പ്രാഥമികമായി നമ്മൾ വീൻവാസവൻ അടക്കമുള്ളവരോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ആ ദിവസം വലിയ ബുദ്ധിമുട്ടില്ലാത്ത ദിവസമാണ്. അപ്പോൾ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ 28-ാം തീയതി, സെപ്റ്റംബർ 28-ാം തീയതി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കും. അത് നമുക്ക് പൂരമാക്കണം, പൊടിപൂരമാക്കണം. നമ്മുടെ TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. TV പ്രസാദ്, നെഹ്റു ട്രോഫി വള്ളംകളി ആ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണം TV പ്രസാദ് കൊണ്ടുവന്നൊരു വാർത്തയാണ്. പക്ഷേ പിന്നീട് ആ വാർത്ത പലരും ദുരുപയോഗം ചെയ്തു കേട്ടു. പക്ഷേ എങ്കിലും ആ വാർത്തയിലൊരു ട്രിഗർ ഉണ്ടായിരുന്നു. ആ വാർത്തയാണ് ബേപ്പൂർ ഫെസ്റ്റിന് 2.5 കോടി അനുവദിച്ചു. അപ്പോഴും ഈ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നില്ല, അതിൽ അനിശ്ചിതത്വം നീളുന്നു എന്നതായിരുന്നു നമ്മുടെ വാർത്തയുടെ ആംഗിൾ. അതിനെ ചില ആളുകൾ അനാവശ്യമായിട്ടൊക്കെ ചില വാർത്തകളായിട്ടത് പ്രചരിപ്പിച്ചു. പക്ഷേ ആ വാർത്ത ഒരു നിർണായകമായിരുന്നു. TV പ്രസാദ്, എന്തായാലും TV പ്രസാദിനെ സന്തോഷിക്കാം. നമുക്ക് ഒരുമിച്ച് പൊളിക്കാം 28-ാം തീയതി. അതെ അരുൺ, ചില കാര്യത്തിൽ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം വ്യത്യസ്തമായിരിക്കുമല്ലോ. നമ്മളില്ലാത്തതൊന്നും പറഞ്ഞില്ല. അതായത് ബേപ്പൂർ ഫെസ്റ്റിന് 2,45,00,000 രൂപ അനുവദിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നടത്തരുതെന്നോ അത് മോശമാണെന്നോ അത് വേറെന്തെങ്കിലും രീതിയിൽ മന്ത്രി സ്വാധീനിച്ച് നേടിയതാണെന്നോ ഒന്നും നമ്മൾ പറഞ്ഞില്ല. അവിടെ അനുവദിക്കുമ്പോൾ ഇവിടെ മറക്കുന്നു, അത്രമാത്രമേ നമ്മുടെ വാർത്തയുടെ ആംഗിൾ ഉണ്ടായിരുന്നുള്ളൂ. ആ ആംഗിൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു, രാഷ്ട്രീയ നേതാക്കൾ ഏറ്റെടുത്തു. ചുരുക്കത്തിൽ ബോട്ട് റേസ് നടത്തും എന്ന പ്രഖ്യാപനം ഇന്നലെ റിയാസ് നടത്തുകയും ചെയ്തു. ഇനി